ഞാൻ ചായ കുടിക്കണം മാത്രം എടുക്കാതെ ഐസ് നമ്മൾ ലൊക്കേഷൻ മാറ്റിയിരിക്കുകയാണ്. കവയിൽ നിന്നും അൺനോൺ ലൊക്കേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് എക്സാക്ട് ആ സ്ഥലത്തിന്റെ പേരറിയില്ല, മങ്കരയിലാണെന്നറിയാം, പക്ഷെ ഞാൻ പോയിട്ടുണ്ട്. കാണാത്ത സ്ഥലങ്ങൾ കാണാനല്ലേ നമ്മൾ ജീവിക്കുന്നത്. ഹായ് ഗൈസ്, എല്ലാവർക്കും അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ ആക്ച്വലി ഞങ്ങൾ മലമ്പുഴയിലെ ഒരു സൈഡിലേക്ക് പോകാനായിട്ട് തന്നെയാണ് രാവിലെ ഇറങ്ങിയത്. ഞാൻ, പ്രവീൺ, ഡുണ്ടു, ശ്രീകുട്ടൻ, പിന്നെ സഞ്ജു. കാശി ഉണ്ടായിരുന്നില്ല. ബട്ട് അവിടെ എത്തി ഒരു ഫ്രണ്ടിനെ വിളിച്ചപ്പോൾ മലമ്പുഴയിൽ വെള്ളം ഉള്ള ചാൻസ് വളരെ കുറവാണെന്ന് പറഞ്ഞു. സോ ഉടനെ ആലോചിച്ച് ലൊക്കേഷൻ മാറ്റി. സോ സംവെയർ നിയർ ടു മങ്കരയാണ് ഞാനിപ്പോൾ പോകുന്ന ഒരു സ്ഥലം. ഒരു ചെക്ക് ഡാമാണ്. എനിക്ക് എക്സാക്റ്റ് അതിൻ്റെ പേരറിയില്ല, സ്ഥലത്തിൻ്റെ പേര്. സോ അവിടേക്ക് പോകുന്ന വഴി വളരെ അടിപൊളിയാണ്. കൊടന്തരപ്പുള്ളി വഴിയൊക്കെയാണ് നമ്മൾ പോവുക. ആൻഡ് ഫൈനലി ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന ഈ ഒരു ചെറിയ റോഡ്, രണ്ട് സൈഡും പാടമായിരിക്കും, ആ വഴിയായിരിക്കും പോവുക. അവിടെ ചെല്ലുമ്പോൾ അവിടെ ഒരു വലിയ കൊട്ടാരം പോലെ ഒരു വീടുണ്ട്. ഇറ്റ്സ് ആക്ച്വലി ലൈക്ക് ഒരു ബാഹുബലി സെറ്റ് ഇട്ട പോലെ ഉണ്ടാവും. ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് വിശ്വാസമാവില്ല, പക്ഷെ നിങ്ങൾ നേരിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ വീഡിയോയിൽ കണ്ടോ. ഞാൻ കണ്ടിട്ടുണ്ടാ. പെട്ടുട്ടാ, നിങ്ങൾ പെട്ടു, ക്യാമറയിൽ പെട്ടുണ്ട്, ഇപ്പൊ വിളിക്കും. സോ കണ്ടല്ലോ അല്ലേ അവരുടെ എക്സൈറ്റ്മെൻറ്റ്. ഇതേ എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ഈ വീഡിയോ ഞാൻ ഫസ്റ്റ് ടൈം കാണുമ്പോൾ. ഭയങ്കര അത്ഭുതമായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ വഴി. ഈ വഴിയിലോട്ട് പോയി ആ ചെക്ക് ഡാമിൻ്റെ അവിടെയാണ് നമ്മൾ കുളിക്കാൻ പോകുന്നത്. സോ പ്രവീണും ഡുണ്ടും ഓവർ. അപ്പം ശരി, കാണാം. പാലക്കാട് എന്തിനാ ചിന്നിന്ന് എനിക്ക് മനസ്സിലാവാത്തത്. തണുപ്പുണ്ടെങ്കിൽ പിന്നെയും കുഴപ്പമില്ല, നല്ല ആളുണ്ട്. അയ്യോ, പ്രവീണെ കാണുന്ന പോലുമില്ലല്ലോ. എന്താ അറിയില്ലേ പിന്നെ സോ ആസ് എക്സ്പെക്റ്റഡ് നല്ല വഴുക്കലുണ്ട്. ഞങ്ങൾ വളരെ മെല്ലെ സൂക്ഷിച്ചിട്ടൊക്കെ തന്നെയാണ് പോയത്. ആൻഡ് അപ്പുറത്ത് ഈ സൈഡ്, ദ റൈറ്റ് സൈഡിൽ നല്ല ആഴമുണ്ട്. ആൻഡ് നല്ല വഴുക്കലുണ്ട്. നമ്മൾ ഒരുപാട് തമാശ കളിച്ച് കഴിഞ്ഞാൽ വെള്ളത്തേക്ക് പോകും. സോ ഈ പ്രകൃതി ഭംഗി ഒരു രക്ഷയില്ലാത്ത കാര്യം തന്നെയായിരുന്നു. ആൻഡ് ബാക്ക്ഗ്രൗണ്ടിൽ ആ വീടും കൂടി വരുമ്പോൾ ഓ മൈ ഗോഡ്, സോ നൈസ്. എവിടെ? എനിക്ക് അവിടെ ഇറങ്ങണം. അവിടെ ഇവിടെ നിന്ന് ഇറങ്ങി അവിടേക്ക്. Come on. Oh my god. Eri. Hey. ബാഗിലിട്ടാ മതി. വരുന്ന അല്ല, ഇതെങ്ങനെ തിരിച്ചു കയറും? അവിടെ നിന്ന് കയറാ. അയ്യോ, അവിടെ നിന്ന് ഇറങ്ങിയായിരുന്നു. ശ്രീകുട്ടാ, നീ ഒന്ന് കൈ ഒന്ന് തുടച്ചിട്ട് നീ ഫോൺ പിടിക്ക്.
അണ്ണനെ കേട്ടെ. വെയിറ്റ് കറോ. കം ഓൺ ഗൈസ്. ഇതാ രണ്ടുപേരിതാ. എന്തൊക്കെ അവസ്ഥയാണ്. ഇതാ വരുത്താൻ ശബരിമലയ്ക്ക് പോണോ? ആ സംഗീതേട്ടൻ പോയി. എന്നിട്ടല്ലേ നിന്നെ കേട്ടാ പിന്നെ. കമോൺ കമോൺ, ഫുൾ സപ്പോർട്ട്. ആ ഇതാ രണ്ടുപേരും ഇവിടെ ഉണ്ട്. സോ ഇറ്റ്സ് സോ നൈസ്. നല്ല റിലാക്സ് ചെയ്തിട്ടുള്ള മൂഡാണ്. ബട്ട് തണുപ്പ് അത്രയില്ല. ഞാൻ എക്സ്പെക്ട് ചെയ്ത ഒരു തണുപ്പും ഇല്ല വെള്ളത്തിന്. ബട്ട് ഭയങ്കര ഒരു സമാധാനം. പിന്നെ നമ്മുടെ പിള്ളേരും എല്ലാവരുമായിട്ട് നല്ല വൈബല്ലേ. സോ വെനെവർ യു ഗെറ്റ് എ ചാൻസ്, ലീവുള്ള ദിവസം പിള്ളേരെയൊക്കെ കൂട്ടി എവിടെയെങ്കിലുമൊക്കെ പോവുക. സൂക്ഷിക്കണം, ആഴമൊക്കെ നോക്കി സേഫായിട്ട് സന്തോഷിക്കുക, എൻജോയ് ചെയ്യുക. സോ വി എൻജോയ്ഡ് എ ലോട്ട് ദെയർ. ബട്ട് ഇതിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇനി നിങ്ങൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. സീനായ സംഭവങ്ങളുണ്ട്. ചവിട്ടാൻ പറഞ്ഞ അടിച്ചിട്ടിരിക്കുക. കണ്ടല്ലോ, ഞാൻ അവൻ്റെ അടുത്തൊന്ന് ഫേക്ക് ആക്ഷൻ കാണിക്കാൻ പറഞ്ഞപ്പോൾ ചവിട്ടി തന്നെ ഇട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കണ്ടതാണ് ശരിക്കും ഉദ്ദേശിച്ച കാര്യം. സോ ഇങ്ങനെ കുറേ ആക്ടിവിറ്റീസ്, നമ്മുടേതായ ഫൺ കാര്യങ്ങളൊക്കെ ചെയ്ത് സൂക്ഷിച്ച്, വളരെ സൂക്ഷിച്ച് എൻജോയ്ഡ് എ ലോട്ട്. പഠിത്താള് ഫോണ് പിടിക്കാൻ ഏതാ നൈസ് എക്സ്പീരിയൻസ്. ഓ പ്രവീണേട്ടൻ മറ്റേ ബാഹുബലിത്തെ ഇതായി ഇങ്ങനെ വെള്ളം നിൽക്കാൻ പറ്റില്ല. എന്റെ പൊട്ടോ സ്ഥലം മാറ്റി നന്നായാ. പക്ഷേ നല്ല വ്യൂ, വെയിലില്ല, കുറെ വെള്ളം, പിള്ളേർക്ക് കളിക്കാൻ പറ്റിയ വെള്ളം, നീന്താറില്ലെങ്കിൽ ഇങ്ങോട്ട്. എല്ലാവരും ഭയങ്കര ഹാപ്പിയായി കുളിച്ച് സന്തോഷിച്ചിങ്ങനെ നിന്ന് ഞങ്ങൾ അടുത്തൊരു സ്ഥലത്തേക്ക് പോയി. അപ്പോൾ ഈ വെള്ളം വരുന്നത് നോക്കിയിട്ട് തന്നെ എൻ്റെ തലവേദനിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ അതൊന്ന് ക്രോസ് ചെയ്യാൻ നോക്കി, നടക്കില്ല മോനെ. അത്ര സ്ട്രോങ് ആയിട്ടാണ് ആ വെള്ളത്തിൻ്റെ ഒരു വേവ് വരുന്നത്. അടുത്ത് ഞങ്ങൾ ഇറങ്ങാൻ പോകുന്നത് ഇല്ലെങ്കിൽ ഫുൾ പൊറോട്ടയും ബീഫ് കൊടുത്തു. പൊറോട്ടയും ബീഫിന്റെ ഇവിടെ നടന്നു പോകാനും സഞ്ജു കണ്ട സഞ്ജു പോലെ തന്നെ സംഗീത സ്ലൈഡിങ് ടാക്കിൾ ചെയ്തിരിക്കുക. അയ്യോ സഞ്ജു പോലെ കണ്ട. കണ്ടല്ലോ അല്ലേ എന്താ സംഭവിച്ചെന്ന്. എനിക്ക് ആ 30 സെക്കൻഡ് എന്താ സംഭവിച്ചതെന്ന് ഒരു ഐഡിയ ഇല്ല. കാരണം പ്രവീൺ വന്ന് എൻ്റെ നേരത്തെ തട്ടി, ഞാൻ വഴിക്ക് പോയി. ഞാൻ സഞ്ജുവിൻ്റെ അടുത്ത് വീഡിയോ എടുക്കാൻ പറഞ്ഞിരുന്നു, അവനെയും തട്ടി. അവൻ്റെ കയ്യിൽ എൻ്റെ ഫോൺ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് സന്തോഷമുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവൻ നന്നായി വീണു.
സ്റ്റിൽ അവൻ ആ ഫോണ് കൈ പൊക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു, ഇല്ലെങ്കിൽ എൻ്റെ ഫോണ് വെള്ളത്തിൽ പോയിട്ടുണ്ടാവും. സോ താങ്ക് യു സഞ്ജു. ആൻഡ് ശ്രീകുട്ടൻ്റെ ചിരി കേട്ടിട്ട് എനിക്ക് അവനെ പിടിച്ച് മുക്കാൻ തോന്നുന്നുണ്ടായിരുന്നു. എന്തത്, ബട്ട് ഒന്നും സംഭവിക്കാത്തതുകൊണ്ട് ഇറ്റ് വാസ് ഫൺ. ബട്ട് ഞങ്ങളുടെ കാലൊക്കെ ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ പൊട്ടി. അയ്യോ, ഒരു 30 സെക്കൻഡ് കിളി പോയൊരവസ്ഥ. വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പ്രവീണാൻ്റെ ഉണ്ട്, ഞാൻ സംഗീതമായിട്ട് ഉണ്ട്. സംഗീതം ഇവരെ പോയി കാല് വെച്ച് ശരിക്കും അതും കൂടി ക്ലിപ്പിൽ കിട്ടിയിരുന്നു. എല്ലാ കലാപരിപാടിയും കഴിഞ്ഞ് ഇനി കുറച്ച് ശാന്തി, സമാധാനം, റെസ്റ്റ്. അങ്ങനെ ഏകദേശം ഒരു 1.5 മണിക്കൂർ അവിടെ വെള്ളത്തിൽ കളിച്ചും കുളിച്ചും വീണും തകർത്ത് അവസാനം ഞങ്ങൾ തിരിച്ച് കരയിൽ കയറി. പ്രവീണേട്ടാ, I swear committed. ഓ, ഇത്രയാണല്ലോ മാൻ. വേറെ ഉണ്ടോ? കുഴപ്പമില്ല. ഹാപ്പി അല്ലേ ബേബി മോ? ഹാപ്പി അല്ലേ ശ്രീകുട്ടാ? വെരി ഹാപ്പി. ഒരിക്കലും തീരാത്ത ഇരമുണ്ടല്ലോ കൂടെ പിറക്കാതെ പിറന്നവർ തുണയുണ്ടല്ലോ. 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 അങ്ങനെ ഒരുമിച്ച് എല്ലാവരും കൂടി കുതന്ത്രമൊക്കെ പാടി ഞങ്ങൾ സ്ഥിരം സെൽവേട്ടൻ്റെ ചായക്കടയിൽ വന്നു. സോ പ്രവീൺ ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. സോ ഐ വാണ്ട് ടു ക്യാപ്ചർ ഹിസ് എക്സ്പ്രഷൻ. അങ്ങനെ നല്ല ചൂട് പൊറോട്ടയും സെൽവേട്ടൻ്റെ സ്പെഷ്യൽ ബീഫും എടുത്ത് നമ്മുടെ പ്രവീൺ അണ്ണനെടുത്ത് അങ്ങോട്ട് വായിൽ അങ്ങോട്ട് വയ്ക്കും. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് അങ്ങോട്ട് വരും. ഓ മൈ ഗോഡ്, ഐ ലവ് ഇറ്റ്. ഞാൻ കഴിച്ചിട്ടുണ്ട്. ഫൈനലി അവിടുത്തെ സ്പെഷ്യൽ നല്ല ചൂട് പഴംപൊരിയും അതിൻ്റെ കോമ്പിനേഷനായ ആ സെൽവേട്ടൻ്റെ സ്പെഷ്യൽ ബീഫും എടുത്ത് അങ്ങോട്ട് വായിലും വെച്ച്. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ.